ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഹാദേവൻ്റെ ഒരു ചെറിയ കഥയുമായിട്ടാണ്. അപ്പോൾ കഥ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും കഥകളിലെ ഉള്ളിൽ ഒരു ഉള്ളടക്കമുണ്ടായിരിക്കും, ഒരു അറിവുണ്ടായിരിക്കും. അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ അറിവ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് കഥയാണെങ്കിലും അത് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ സമയത്തിൻ്റെ പരിമിതികളുണ്ടായിരിക്കാം. എങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു 5 മിനിറ്റല്ലേ ഇതിന് വേണ്ടൂ, അപ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഥ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് ആ കഥയിലേക്കൊന്ന് കടന്നാലോ. കഥ കേൾക്കാം. കൈലാസപർവ്വതത്തിൻ്റെ മഞ്ഞുമൂടിയ ശിഖരങ്ങളിൽ തപസ്സനുഷ്ഠിക്കുന്ന മഹാദേവനെ ദർശിക്കാൻ ഒരു ദിവസം ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. വർഷങ്ങളോളം നീണ്ട തീർത്ഥയാത്രയ്ക്ക് ശേഷമാണ് അങ്ങേയറ്റം തളർന്നാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞിരുന്നു, കാലുകൾ വിണ്ടുകീറിയിരുന്നു. അദ്ദേഹം ആ കൈലാസത്തിൻ്റെ നടയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഓ ഭഗവാനെ, ജീവിതകാലം മുഴുവൻ അങ്ങേ ഭജിച്ചിട്ടും എൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തീരുന്നില്ലല്ലോ. എൻ്റെ അവസാന കാലത്തെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ ജീവിക്കാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം. ദിവ്യദൃഷ്ടിയിൽ ഭക്തൻ്റെ വേദന അറിഞ്ഞ ഭഗവാൻ ശിവൻ ഒരു വേടൻ്റെ വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു: സന്യാസി, അങ്ങ് എന്തിനാണ് ഈ പരിതമിക്കുന്നത്? ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം മനുഷ്യന് സമാധാനം ലഭിക്കില്ല. വേടൻ ചോദിച്ചു. ബ്രാഹ്മണൻ കോപത്തോടെ പറഞ്ഞു: നിനക്ക് എൻ്റെ വിഷമം മനസ്സിലാകില്ല. എനിക്ക് രത്നങ്ങളും സ്വർണവും സമ്പത്തും വേണം. എങ്കിലേ എനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയൂ. പുഞ്ചിരിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു: നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം കൈലാസത്തിൻ്റെ വശത്തേക്കുള്ള ഒരു ഗുഹയിലേക്ക് നടന്നു. ആ ഗുഹ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. അതിനകത്ത് സ്വർണവും രത്നങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണൻ അത്ഭുതത്തോടെ അങ്ങോട്ട് ഓടി. തനിക്ക് കിട്ടിയതെല്ലാം വാരിക്കൂട്ടി അദ്ദേഹം പുറത്തേക്കിറങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൻ്റെ അമിതഭാരം കാരണം ആളുടെ ശരീരം തളർത്താൻ തുടങ്ങി. കൂടാതെ തന്നെ സ്വർണം ഉള്ള കാരണം ആൾക്ക് നടക്കാൻ കഴിയാതെ വിയർത്ത് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ശിവൻ വീണ്ടും ചോദിച്ചു: ഇതാണോ നിനക്ക് വേണ്ടത്? ഈ സമ്പത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നു, അതോ അമിതഭാരം കൊണ്ട് നിന്നെ തളർത്തുന്നു? പെട്ടെന്ന് ബ്രാഹ്മണന് തിരിച്ചറിവുണ്ടായി. സമ്പത്ത് തന്നെ സന്തോഷിപ്പിക്കുന്നില്ല, മറിച്ച് അത് തന്നെ അസ്വസ്ഥനാക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം സ്വർണമെല്ലാം താഴെയിട്ടുകൊണ്ട് നിലവിളിച്ചു: ഭഗവാനെ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് അങ്ങയുടെ സാമീപ്യം മാത്രം മതി. ഈ അമിതമായ ആഗ്രഹങ്ങളാണ് എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഒരു നിമിഷം ആ വേടൻ അപ്രത്യക്ഷനാവുകയും ജടയിൽ ഗംഗയും നെറ്റിയിൽ ചന്ദ്രക്കലയും ധരിച്ച സാക്ഷാൽ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തേജസ്സോടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭക്തനായ വത്സ, ആഗ്രഹങ്ങളുടെ ഭാരമില്ലാത്തവനാണ് ഏറ്റവും വലിയ ധനവാൻ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ആർത്തി മാറിയപ്പോൾ നീ എന്നെ അറിഞ്ഞു. ഭൗതികമായ വസ്തുക്കളിലല്ല, ഭക്തിയിലും സംതൃപ്തിയിലുമാണ് യഥാർത്ഥ ഈശ്വര സാന്നിധ്യം. ഭക്തനായ വത്സ, ആഗ്രഹങ്ങളുടെ ഭാരമില്ലാത്തവനാണ് ഏറ്റവും വലിയ ധനവാൻ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ആർത്തി മാറിയപ്പോൾ നീ എന്നെ അറിഞ്ഞു എന്ന് അരുളി ഭഗവാൻ അദ്ദേഹത്തിന് മുക്തിയും ശാന്തിയും നൽകി അനുഗ്രഹിച്ചു. അന്നു മുതൽ ആ ബ്രാഹ്മണൻ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ഭക്തിയിൽ മുഴുകി ആനന്ദത്തോടെ ജീവിച്ചു. ഭഗവാൻ ശിവന്റെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അത്യാഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നിടത്താണ് യഥാർത്ഥ സന്തോഷം ആരംഭിക്കുന്നത്. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ.
വേറെ ഒരു മനോഹര കഥയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, താങ്ക് യു.